ഹലോ മക്കളെ, എല്ലാവരും ഇതാ +1 എക്സാം എല്ലാം അതിഗംഭീരമായിട്ട് എഴുതി +2 ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമാണിത് ഈ പറയുന്നത്. +2 ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. നമ്മൾ എന്തിനാണ് പഠിക്കേണ്ടതെന്നും എന്തിനു വേണ്ടിയാണ് +2 ക്ലാസ്സിനകത്ത് മാർക്ക് വാങ്ങേണ്ടതെന്നും വ്യക്തമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തരും എന്താണ് +2 ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പറയുമായിരുന്നു 10ന്റെ മാർക്കാണ് എല്ലാം, +1 വരുമ്പോൾ +1ഉം +2 വരുമ്പോൾ +2 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. +2 ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭാവിയിൽ ഏത് കോഴ്സ് എടുക്കുക എന്ന് തീരുമാനിക്കുക. ആ കാണുന്ന കോഴ്സാണ് നിങ്ങൾ ഭാവിയിൽ ഏത് ജോലി ചെയ്യണം എന്ന് പോലും തീരുമാനിക്കുക. ഞാൻ എൻ്റെ കാര്യം പറയാം. +2 പഠിക്കുമ്പോൾ +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡിഗ്രിക്ക് പോകുന്നത്. എൻ്റെ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. ഞാൻ അന്ന് തീരുമാനിച്ചിരുന്നു മാത്സിലൊരു അധ്യാപകനാവണമെന്ന്. +2 കഴിഞ്ഞു, ഞാൻ BSc മാത്സിന് പോയി, തുടർന്ന് ഞാൻ MSc മാത്സിന് പോയി. ഇപ്പോൾ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഒരു ടീച്ചറായിട്ട് നിൽക്കുന്നു. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബാക്കിയെല്ലാം തന്നെ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും +2 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഈ നിമിഷം ചിലർ ചിന്തിക്കും എനിക്ക് സാധാ ഡിഗ്രി കോഴ്സല്ല, ഞാൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥിയാണെന്ന്. എനിക്ക് അവരോടും ഒരു കാര്യം പറയാനുണ്ട്. +2 എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷന് ഓൾമോസ്റ്റ് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും 50% മാർക്ക് നോക്കുന്നത് അത് എൻട്രൻസിൻ്റെയാണ്. മറ്റ് 50% വരുന്നത് +2 മാർക്കാണ്. ഉദാഹരണം കീം എക്സാമിനേഷൻ. കീം എക്സാമിൽ നിങ്ങൾ എക്സാം എഴുതുന്നു, ആ കാണുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ 50% മാർക്കും +2ൻ്റെ 50% മാർക്കാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്താണ് +2 മാർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. ഇതാ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു +2 ക്ലാസ്സിനകത്ത് നമുക്ക് അതിഗംഭീരമായ മാർക്ക് നേടണമെന്ന്. അതിനുവേണ്ടി സൈലം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ പ്രോഗ്രാമാണ് അഗ്നി ബാച്ച്. അഗ്നി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഏറ്റവും ഗംഭീരമായ ഫീച്ചർ മറ്റൊന്നുമല്ല, ഡെയിലി ലൈവ് ക്ലാസ്. ഒരു ചാപ്റ്റർ നമ്മൾ 5 or 6 പാർട്ടാക്കി തിരിക്കും. ഈ പറയുന്ന ഓരോ പാർട്ടും അധ്യാപകൻ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഡെയിലി പഠിപ്പിക്കുന്നതായിരിക്കും. ഇത്രമേൽ ഗംഭീര പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് +2 ക്ലാസ്സിനകത്ത് നല്ല മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും ക്ലാസ് മാത്രം മതിയാവുകയില്ല. ഒരു കുട്ടിക്ക് +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി എക്സാമിനേഷൻ നിർബന്ധമാണ്. പഠിച്ച നോളജ് കൃത്യമായി ടെസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ആ കാണുന്ന ചാപ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും, ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ. ഇതിന് പുറമെ നമ്മൾ ഹോൾ സിലബസിനെ 4 modules ആക്കി വേർതിരിച്ചു. ഞാൻ മാത്സ് പറയുകയാണെങ്കിൽ മാത്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം 13 പാഠമുണ്ട്. 13 പാഠത്തിലെ ഏറ്റവും ഗംഭീരമായ ആദ്യത്തെ 4 പാഠങ്ങൾ, ഈ കാണുന്ന 4 പാഠം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. 5ാമത്തെയും 6ാമത്തെ പാഠം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും സെക്കൻഡ് മൊഡ്യൂളും. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ കാൽക്കുലസിലെ മറ്റു 3 പാഠങ്ങൾ. +2 ക്ലാസ്സിനകത്ത് എല്ലാവരും പേടി ശബ്ദത്തോടെ കാണുന്ന, +2 ക്ലാസ് എല്ലാവരും ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഇൻറ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3ാമത്തെ മൊഡ്യൂളും. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളും. ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാമിനേഷൻ ഉണ്ടാവുന്നതായിരിക്കും. സോ ഇത്രമേൽ നമ്മൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ, ഇത്രമേൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എങ്ങനെയാണോ സ്റ്റേറ്റ് ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ വരുന്നത്, അതേ പാറ്റേൺ തന്നെയായിരിക്കും നമ്മളുടെ എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുക. സോ ഒരു പാറ്റേൺ അനലൈസിംഗ് ആണ്. വളരെ സുഖമായിട്ട് തന്നെ പാറ്റേൺ അനലൈസ് ചെയ്ത് നമുക്ക് +2 ക്ലാസ്സിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. മറ്റൊരു ഫീച്ചറാണ് റെക്കോർഡ് ക്ലാസ്സുകൾ. കംപ്ലീറ്റ് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ഇയർ ലോങ് ഫുള്ള് അവൈലബിൾ ആയിരിക്കും. ഇതിന് പുറമെ കംപ്ലീറ്റ് NCERT നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്. NCERT ബുക്കിനകത്ത് ചോദ്യങ്ങളാണ് നിലവിൽ നമുക്ക് എക്സാമിനേഷൻ വരുന്നത്. ആ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും NCERT ബുക്കിനകത്തുള്ള ഓൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊരു കുട്ടിക്കും ഏത് ചോദ്യം സംശയം വന്നാലും വളരെ സുഖമായിട്ട് വീഡിയോ എടുക്കുക, യെസ് ഇവിടെ നിന്നുണ്ട് ഈ ചോദ്യം, ആ ചോദ്യം മനസ്സിലാക്കി പഠിക്കാനും വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ അത്രമേൽ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് തന്നെ റെക്കോർഡ് ക്ലാസ് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, എനിക്ക് ഡൗട്ടുകൾ ഉണ്ടാകാം. ഞാൻ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യും. ലൈവിനകത്ത് നിങ്ങൾക്ക് അധ്യാപകനോട് ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആസ്ക് ഡൗട്ട് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലാസ്സിനായിട്ട് നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷനും അവിടെ തന്നെയുണ്ട്. ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് മോസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആയിട്ടുള്ള 4250 വെറും 4250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഒരു വർഷം ഞങ്ങളോടൊപ്പം നിന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ പാറ്റേൺ മാറി വരുന്നുണ്ട്. ആ കാണുന്ന മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നതായിരിക്കും. സോ സീ യു ഓൾ ഗൈസ് ഇൻ അവർ അഗ്നി ബാച്ച്.